സ്വാഗതം മീഡിയ ഗ്രാമത്തിലേക്ക്. അടുത്ത കാലത്ത് ഒരു സംസ്ഥാനം ജാതിമത രാഷ്ട്രീയ ഭേദമന്യേ ഇത്രയധികം പ്രാർത്ഥന നടത്തിയ ഒരു രാഷ്ട്രീയ നേതാവ് ഉമാ തോമസ് അല്ലാതെ വേറൊരാളും ഉണ്ടാകില്ല. ആ അമ്മ മനസ്സിനെ രക്ഷിച്ചത് ജനങ്ങളുടെ മനസ്സിൽ തട്ടിയുള്ള പ്രാർത്ഥന എന്ന് തന്നെ പറയാം. നിലപാടിൻ്റെ നിത്യപർവമായ PT തോമസിൻ്റെ പ്രിയപത്നി, ആ ഓർമ്മയും നിശ്ചയദാർഢ്യവും അവരുടെ കൂടെ എപ്പോഴും ഉണ്ടെങ്കിലും കേരളം നൽകിയ അകമഴിഞ്ഞ പ്രാർത്ഥന തന്നെയാണ് അവരെ പുഞ്ചിരിച്ചുകൊണ്ട് വീണ്ടും ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്തിയത്. കലൂർ സ്റ്റേഡിയത്തിൽ വെച്ച് നടന്ന അപകടത്തിന് ശേഷം നീണ്ട 46 ദിവസത്തെ ആശുപത്രിവാസത്തിനു ശേഷം ഉമാ തോമസ് MLA ഇന്ന് വീട്ടിലേക്ക് തിരിച്ചുപോയി. കലൂർ സ്റ്റേഡിയത്തിലെ നൃത്തപരിപാടിക്കിടെ താൽക്കാലിക സ്റ്റേജിൽ നിന്ന് വീണാണ് തൃക്കാക്കര MLA ആയ ഉമാ തോമസിന് പരിക്കേറ്റത്. 46 ദിവസത്തെ ആശുപത്രിവാസത്തിനിടയിൽ അവർ കേരള സമൂഹത്തിൽ നിന്നും നേടിയെടുത്തത് ഒരമ്മ മനസ്സിന് കിട്ടുന്ന എല്ലാവിധ സ്നേഹവും പരിലാളനയുമാണ്. അതും വാങ്ങിയെടുത്താണ് ഉമാ തോമസ് ഇന്ന് വീട്ടിലേക്ക് മടങ്ങിയിരിക്കുന്നത്. ഡിസംബർ 29 കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ ഒരു നൃത്ത പരിപാടിക്കിടെയാണ് ഉമാ തോമസിന് അപകടം സംഭവിച്ചത്. അപകടത്തിൽ വാരിയെല്ല് പൊട്ടുകയും തലച്ചോറിന് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ശ്വാസകോശത്തിന് പുറത്ത് നീർക്കെട്ട് കാരണം ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ഇതുവരെ. 15 അടി ഉയരത്തിലുള്ള വേദിയിൽ നിന്നായിരുന്നു ഉമാ തോമസ് താഴേക്ക് വീണത്. 46 ദിവസം തന്നെ നന്നായി പരിചരിച്ച ഡോക്ടർമാർക്കും നഴ്സുമാർക്കും കൂടെ നിന്ന കേരളത്തിലെ ലക്ഷക്കണക്കിന് ആളുകൾക്കും ഉമാ തോമസ് നന്ദി അറിയിച്ചുകൊണ്ടാണ് ആശുപത്രി വിട്ടുപോയത്. കുറച്ചാഴ്ചകൾ കൂടി വിശ്രമം ആവശ്യമാണെന്ന് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുകയാണ്. അതവർ ഫേസ്ബുക്കിലൂടെ തന്നെ സ്നേഹിക്കുന്നവരോട് അറിയിച്ചു കഴിഞ്ഞു. ദിവ്യ ഉണ്ണി എന്ന നടിയുടെ നേതൃത്വത്തിൽ 11,600 നർത്തകർ ചേർന്ന് അവതരിപ്പിച്ച മൃദംഗനാദം ഗിന്നസ് റെക്കോർഡ് പരിപാടിക്കിടെയായിരുന്നു ഉമാ തോമസ് അശാസ്ത്രീയമായി നിർമ്മിച്ച സ്റ്റേജിൽ നിന്നും 15 അടി താഴെയുള്ള കോൺക്രീറ്റ് സ്ലാബിലേക്ക് വീണ് ഗുരുതരമായി പരിക്കേറ്റത്. നമുക്കറിയാം, അന്നത്തെ ദിവസം ആ സായാഹ്നത്തിൽ ഓർമ്മയുണ്ടാകും. ഒരു കേരളീയനും സന്തോഷിച്ച ദിവസമല്ല അന്ന്. കാണുന്ന ചാനലുകളെല്ലാം തന്നെ ഉമാ തോമസിന് അതീവ ഗുരുതരനില തരണം ചെയ്തിട്ടില്ല എന്നൊക്കെയുള്ള വാർത്തകൾ അവർ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമോ എന്നുള്ളത് സംശയം പ്രകടിപ്പിച്ച ദിവസമായിരുന്നു. പക്ഷേ അന്ന് മുതൽ അവർക്ക് കിട്ടിയിരുന്നത് കേരളത്തിൻ്റെ മുഴുവൻ പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയും നെഞ്ചിലേറ്റിക്കൊണ്ട് ഉമാ തോമസ് എന്ന അമ്മ മനസ്സ് ഇന്ന് സുഖം പ്രാപിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ എല്ലാ കേരളീയരും മനസ്സറിഞ്ഞ് ഒന്ന് ചിരിച്ചു പോവുകയാണ്. കൃത്യമായി തരുന്നതോടൊപ്പം എല്ലാ കാര്യങ്ങളും എനിക്ക് വളരെ നന്നായിട്ട് ഇവിടെ അനുഭവിക്കാൻ കഴിഞ്ഞു എന്നാണ് പറയാനുള്ളത്. സത്യത്തിൽ ആദ്യം റെഡൈവേഴ്സിറ്റിയിലാണ് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ പലരും ഈ ഹോസ്പിറ്റലിൽ നിന്ന് മാറ്റണം എന്ന് ആലോചിച്ചിരുന്നു എന്ന് ഞാൻ പിന്നീട് അറിഞ്ഞു. പക്ഷേ ഞാൻ ആദ്യം കണ്ണു തുറന്നു കഴിഞ്ഞപ്പോൾ ആശ്വസിച്ചത് എന്നെ ഹൃദയത്തോടെ ചേർത്ത് പിടിച്ചിരിക്കുന്ന കൃഷ്ണദാസിൻ്റെയും കൃഷ്ണനുണ്ണിയുടെയും അടുത്താണ് ഞാൻ വന്നിരിക്കുന്നത്. എനിക്ക് ജീവനുണ്ടെങ്കിൽ അത് തിരിച്ചു കൊണ്ടുവരാൻ അവർ കൂടെ ഉണ്ടാവും എന്ന് എനിക്കൊരു ഉറപ്പുണ്ടായി. ഒരുപാട് ഞാൻ പറയുന്നില്ല. ഇനി ഇതുപോലെ സംസാരിക്കാനുള്ളൊരവസരവും അതുപോലെ തന്നെ നിങ്ങളെല്ലാം കാണാനുള്ള അവസരങ്ങളും ഈശ്വരൻ അനുഗ്രഹിച്ച് തരട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട്, അതുപോലെ തന്നെ എൻ്റെ കുഞ്ഞുങ്ങളെ രണ്ടുപേരെയും, വിഷ്ണുവിനെയും വിവേകിനെയും ചേർത്ത് പിടിച്ച് സമാധാനിപ്പിച്ചവർ, അതുപോലെ PT-യുടെ അനിയൻ അന്നത്തെ ദിവസം ഇവിടെ എത്തിയതാണ്, ഇന്നും എന്നോടൊപ്പം നിൽക്കുകയാണ്. ആ 2 കുടുംബങ്ങളും എൻ്റെ കുടുംബവും